20 കൗൺസിലർമാർ BJP കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളത് 4 ആഴ്ചത്തെ സമയവും യഥാർത്ഥത്തിൽ കൊടുത്തിരുന്നു. നിങ്ങൾ ഒന്നേന്ന് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ നടത്തിയ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരിക്കും? ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള അല്ലെങ്കിൽ മേയർ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളെ ഇതെങ്ങനെ ബാധിക്കും? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഒരു വലിയ നിയമപ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. BJPക്ക് അതിന് കഴിയാത്തൊരു സാഹചര്യം വരും. നിയമപരമായി BJP വെട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് മേയർ മാത്രമല്ല, BJPയുടെ നേതാക്കന്മാരും ചേർത്ത് നിർത്താനാണ് നോക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂരിപക്ഷമില്ല, ഒരു സ്വതന്ത്രനെ കൂടി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർ R. സുഗതന് വീണ്ടും തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. അതായത് സുഗതനെതിരെ കാപ്പ ചുമത്തിയതിന് ആഭ്യന്തര സെക്രട്ടറി ഇന്നലെയാണ് അംഗീകാരം നൽകിയത്. തിരുവനന്തപുരം നഗരസഭയെ, നഗരസഭ ഭരിക്കുന്ന ഭരണകൂടത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. അതായത് സുഗതനെതിരെ കാപ്പ ചുമത്തിയതിന് ആഭ്യന്തര സെക്രട്ടറി അംഗീകാരം നൽകിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു 19 കൗൺസിലർമാർ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. ഇനി സുഗതനാണ് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ളത്. സുഗതന്റെ ഈ കൗൺസിലർ സ്ഥാനം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് CPM തിരുവനന്തപുരം ജില്ലാ നേതൃത്വം, നേതാക്കളും അണികളും എല്ലാവരും ചേർന്ന് നഗരസഭയ്ക്ക് മുൻപിൽ വലിയ രീതിയിലുള്ള റിലേ സത്യാഗ്രഹ സമരം ആരംഭിച്ചതും ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം വരുന്നതും. നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് സുഗതൻ ഒഴികെയുള്ള ബാക്കി എല്ലാ കൗൺസിലർമാരും നിലവിലിപ്പോൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നിലവിലിപ്പോൾ BJP നഗരസഭയിൽ അധികാരത്തിലേറിയിരിക്കുന്നത് തന്നെ ഒരു സ്വതന്ത്രന്റെ പിൻബലത്തിലാണ്. ഇതിന് പിന്നാലെയാണ് സുഗതൻ കാപ്പ കേസിൽ പ്രതിയാകുന്നതും പിന്നാലെ ജയിലിൽ അടയ്ക്കപ്പെടുന്നതും. നിലവിലിപ്പോൾ സുഗതൻ ജയിലിലാണ്, വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ BJP നിലവിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഏറെ പ്രതിസന്ധിയിലൂടെ നീങ്ങിപ്പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ CPMന്റെ മുതിർന്ന നേതാവായ VS ജോയ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. BJP യഥാർത്ഥത്തിൽ ഈ നഗരസഭയിലെ ഭരണം ആരംഭിച്ചത് തന്നെ വളരെ വിവാദങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു. 20 കൗൺസിലർമാർ BJP കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളത് 4 ആഴ്ചത്തെ സമയവും യഥാർത്ഥത്തിൽ കൊടുത്തിരുന്നു. പക്ഷേ ഇന്നലെ വളരെ വേഗം മണിക്കൂറുകൾ കൊണ്ട് അവർ വൈകുന്നേരം 4:30 മണിക്ക് അറിയിപ്പ് കൊടുത്ത് എല്ലാവരെയും ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ച് 19 പേർ സത്യപ്രതിജ്ഞ ചെയ്തു. എന്തിനാണ് ഇത്രയും വലിയ തിടുക്കം കാണിക്കേണ്ട കാര്യം എന്താണ്? ഒരു കൗൺസിൽ, സാധാരണ നിലയിൽ ഒരു കൗൺസിൽ വിളിച്ച് കൗൺസിൽ ഹാളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാമല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറയോ? ഒന്നും പറയത്തില്ലല്ലോ. അപ്പോൾ കോടതി ഉത്തരവിനെ തന്നെ മാനിക്കാത്ത ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കോടതി അങ്ങനെ പറഞ്ഞോ, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു വലിയ നിയമപ്രശ്നമുണ്ട്. എന്തെന്നറിയോ? ഒരാൾ എപ്പോഴാണ് കൗൺസിലറായി മാറുന്നത്? ജയിച്ചതുകൊണ്ടല്ല. അത് നിശ്ചയപ്രകാരം, ഭരണഘടനാ പ്രകാരമുള്ള സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് ഒരാൾ MP ആകുന്നതും MLA ആകുന്നതും മന്ത്രിയാകുന്നതും കൗൺസിലറാകുന്നതും. അപ്പോൾ കോടതി പറയുകയാണ് നേരത്തെ ഉണ്ടായിരുന്നത് അസാധുവാണ്. നിങ്ങൾ ഒന്നേന്ന് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ നടത്തിയ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരിക്കും? ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള അല്ലെങ്കിൽ മേയർ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളെ ഇതെങ്ങനെ ബാധിക്കും? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഒരു വലിയ നിയമപ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതിന് പുറമെയാണ് ഇപ്പോൾ ഇന്നലെ ആഭ്യന്തര വകുപ്പ് കാപ്പ അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഉത്തരവ് വന്നു. അതിനെ സാധൂകരണത്തിന് വേണ്ടിയിട്ടാണ് ആഭ്യന്തര വകുപ്പിലേക്ക് പോയത്. ആഭ്യന്തര വകുപ്പ് അത് സാധൂകരിക്കുകയും ചെയ്ത ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഇപ്പോൾ വാഴോട്ടുകോണം കൗൺസിലർ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. അപ്പോൾ സ്വാഭാവികമായി വരാൻ പോകുന്ന നാളുകളിൽ എങ്ങനെ ഇതിനെ തരണം ചെയ്യാൻ വേണ്ടി BJPക്ക് കഴിയും? BJPക്ക് അതിന് കഴിയാത്തൊരു സാഹചര്യം വരും. നിയമപരമായി BJP വെട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മറ്റു കാര്യങ്ങൾ നമ്മൾ സമരവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. CPMന്റെ ആവശ്യം എന്തായാലും സുഗതനെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും പുറത്താക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതാണ്. കാപ്പ കേസ് ചുമത്തി 11
മുതൽ 19 വരെ ചെറുതും വലുതുമായിട്ടുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇയാളെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണം. അയാൾ രാജിവെക്കണം. സ്വമേധയാ രാജിവെക്കുകയാണെങ്കിൽ നല്ലത്, വെച്ചില്ലെങ്കിൽ കൗൺസിലിൽ നിന്ന് പുറത്താക്കണം. അതുവരെ ഈ സമരം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. മേയർ എന്തായാലും ഈ കൗൺസിലറെ ചേർത്ത് നിർത്താൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് റിപ്പോർട്ട്. അല്ല, മേയർ മാത്രമല്ല, BJPയുടെ നേതാക്കന്മാരും ചേർത്ത് നിർത്താനാണ് നോക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂരിപക്ഷമില്ല, ഒരു സ്വതന്ത്രനെ കൂടി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരാളിൻ്റെ പ്രശ്നവും വളരെ സീരിയസ് ആണ്. അതുകൊണ്ടാണ് എത്ര മോശപ്പെട്ട കാര്യം വന്നാലും സംരക്ഷിക്കുക എന്ന നിലപാട് ഇവിടെ BJP എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് അവസരം നൽകണം എന്നാവശ്യപ്പെട്ട് സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ള ഏറെ നിർണായകമായ റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. കാപ്പ ഇളവ് തേടി കാപ്പ ബോർഡിനെയും സമീപിക്കാനാണ് സുഗതന്റെ നീക്കം എന്നുള്ള സൂചനയും ലഭിക്കുന്നു. അതുകൂടാതെ പുനർ സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധം എന്ന പരാതിയിൽ സർക്കാരും നിയമോപദേശം തേടും. 14 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവും. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.